കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ നോട്ടീസ് വിതരണം ചെയ്ത 2 CPI-ക്കാർ പിടികൂടിയവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ചിറ്റയം ഗോപകുമാർ പോലീസ് സ്റ്റേഷനിലെത്തി. അടൂരിലെ UDF സ്ഥാനാർത്ഥി ശാന്തകുമാർ കൊലക്കേസ് പ്രതിയെന്ന് പ്രചാരണം നടത്തുന്ന നോട്ടീസാണ് വിതരണം ചെയ്തത്. അവിടുത്തെ ദൃശ്യങ്ങൾ ഇതാണ്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, ഇപ്പോൾ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ ചെന്നപ്പോൾ ഇതൊരു നിയമലംഘനം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം കൂടിയാണല്ലോ ഇന്നത്തെ ദിവസം ഇത്തരം നോട്ടീസുകൾ വിതരണം ചെയ്യുക എന്നത്. എന്തായാലും ഇത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇത്തരത്തിൽ നോട്ടീസ് വിതരണം ചെയ്തു എന്ന് UDF സ്ഥാനാർത്ഥി പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം പരാതിയിൽ നടപടി ഉണ്ടാക്കാത്തതിൽ പ്രതിഷേധിച്ച് RDO ഓഫീസ് രാത്രിയിൽ ഉപരോധിക്കുന്ന തരത്തിലേക്കുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇത് 10 വർഷം മുൻപുള്ള ഒരു സംഭവത്തെ അധികരിച്ചാണ് ഈ പ്രചരണം LDF പ്രവർത്തകർ നടത്തുന്നത്. ഏറ്റവും പ്രധാനമായി അന്ന് ആ കേസിൽ കോടതി ഈ UDF സ്ഥാനാർത്ഥിയായിരുന്ന ആളെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. അത് അഫിഡവിറ്റിൽ സത്യവാങ്മൂലത്തിൽ പരാമർശിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അത്തരത്തിലൊരു നോട്ടീസ്, കൊലപാതക കേസ് പ്രതിയാണ് സ്ഥാനാർത്ഥി എന്ന തരത്തിലൊരു പ്രചാരണം നടത്തിയത്. ആ ഘട്ടത്തിൽ തന്നെ CB ശാന്തകുമാർ പോലീസിൽ പരാതി നൽകിയിരുന്നു, RDOയ്ക്കും പരാതി നൽകിയിരുന്നു. അതിനുശേഷമാണ് ഈ പരാതി നടപടി വേണമെന്ന് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെടുന്നതും. ഇന്ന് ഇത്തരത്തിൽ ഈ നോട്ടീസ് നൽകിക്കൊണ്ടിരുന്ന മണ്ണടി ഭാഗത്ത് നോട്ടീസ് നൽകിക്കൊണ്ടിരുന്ന LDF പ്രവർത്തകരെയാണ്, CPI പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ചിറ്റയം ഗോപകുമാർ ഉൾപ്പെടെയുള്ള CPI നേതാക്കൾ പോലീസ് സ്റ്റേഷനിലെത്തി വിട്ടയക്കണമെന്ന ആവശ്യവുമായി എത്തിയത്. അത് പ്രചാരണത്തിന്റെ ഭാഗമായിട്ടുള്ളതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ CPI നേതാക്കൾ ഉണ്ട്. ഒപ്പം കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധവും അവിടെ നടക്കുകയാണ്. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്താൻ പാടില്ല.